കഴിഞ്ഞ 2-3 വർഷമായി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വളരെ വംശീയ മുൻവിധിയോട് കൂടിയാണ് ഇന്ത്യയെ അവർ നോക്കിക്കാണുന്നത്. അപ്പോൾ അതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസ്താവനയിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അദ്ദേഹം വിശേഷിപ്പിച്ചത് നരകത്തിന് തുല്യമായ രാജ്യങ്ങളെന്നാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ കഴിഞ്ഞ 2-3-4 വർഷങ്ങളായിട്ട് തന്നെ നമ്മുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് ഇന്ത്യയെ വളരെ വംശീയമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ ശക്തമായ താക്കീത് നൽകാനും അതിന് ശക്തമായ അപലപനം നടത്താനോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ 56 ഇഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും യാതൊന്നും ഉണ്ടായിട്ടില്ല എന്നത് വളരെയധികം ദയനീയമായ ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. പണ്ട് സായിപ്പിനെ കാണുന്ന സമയത്ത് കവാത്ത് മറക്കുക എന്നുള്ള ചൊല്ല് പറയപ്പെടുന്നത് പോലെ ട്രംപിനെയും ട്രംപിൻ്റെ അനുയായി വൃദ്ധത്തെയും എല്ലാ സമയത്തും തൃപ്തിപ്പെടുത്തുന്ന പ്രീതിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിലേക്ക് വരുന്ന സമയത്ത് അഹമ്മദാബാദിൽ വലിയ റോഡ് ഷോ നടത്തിക്കൊണ്ട് മൈ ഫ്രണ്ട് ട്രംപ് എന്നുള്ള തരത്തിലുള്ള ചില വീരവാദങ്ങളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. The President of the United States of America, Mr. Donald Trump. പക്ഷെ അതിനുശേഷം നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന, ഇന്ത്യ അപകീർത്തിപ്പെടുത്തുന്ന, ഗ്ലോബൽ ഓർഡറിൽ ഇന്ത്യയുടെ സ്ഥാനത്തെ വില കുറിച്ച് കാണുന്ന തരത്തിലുള്ള നിരന്തരമായ സമീപനങ്ങളും പ്രസ്താവനകളും നടത്തിയിട്ട് പോലും അതിനെതിരെ ആരോഗ്യകരമായ ഒരു തിരിച്ചടി നൽകാനോ ആരോഗ്യകരമായ രീതിയിൽ അതിനെതിരെ പ്രസ്താവന നടത്താനോ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ മറുപടി കൊടുക്കാനോ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ നീക്കങ്ങളും നടത്താത്തത് അത്യധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യമായി ട്രംപിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അനുഭവം, ട്രംപിനെ കുറിച്ചുള്ള എൻ്റെ ഒരു വായന എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വംശീയവാദിയാണ്, അതേപോലെ ഒരു ഫാസിസ്റ്റാണ്. ഈ രണ്ട് വ്യാഖ്യാനങ്ങളും ഏറെ ഇണങ്ങി നിൽക്കുന്നൊരു മനുഷ്യനാണ് ട്രംപ് എന്ന് പറയുന്നത്. അധിനിവേശം നടത്താൻ സദാ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വെനസ്വേലയിലും ഇറാനിലും അതുപോലെ സമീപ പ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ സപ്പോർട്ടോടു കൂടി അദ്ദേഹം നടത്തുന്ന അധിനിവേശം ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പ്രത്യക്ഷത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു ഫാസിസ്റ്റ് ആണ് എന്ന് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടാത്ത രൂപത്തിലാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ ഒരു ജോക്കറായിട്ടൊക്കെ സ്വയം കോമാളിയായി അവതരിപ്പിച്ചുകൊണ്ട് ഫാസിസ്റ്റ് വംശീയ മുൻവിധിയോടുകൂടി പല കാര്യങ്ങളെയും സമീപിക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നമുക്ക് പരിഗണിക്കാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റായിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ, നമ്മുടെ രാജ്യത്തുള്ള മനുഷ്യർ അമേരിക്കയിലേക്കും മറ്റു ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നുണ്ട്, താമസത്തിന് പോകുന്നുണ്ട്, അതുപോലെ ജോലി ആവശ്യം അർത്ഥം പോകുന്നുണ്ട്. അങ്ങനെ അമേരിക്കയിലേക്ക് വരുന്ന ഇത്തരത്തിൽ ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വരുന്ന ജനങ്ങളൊക്കെ അവിടെ ജീവിക്കുകയും അവിടെ വെച്ച് കുട്ടി ജനിച്ച ഉടനെ തന്നെ അവർക്ക് നമ്മുടെ പോളിസി അനുസരിച്ച് അമേരിക്കയിൽ ജനിച്ചു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പ് കൊടുക്കണമെന്നാണ്. അപ്പോൾ സിറ്റിസൺഷിപ്പ് നേടിയെടുക്കുകയും അതിലൂടെ പിന്നീട് വളരെ പെട്ടെന്ന് അവർ അമേരിക്കയിലേക്ക് കുടിയേറാനുള്ള ശ്രമം ഈ ഒരു കുട്ടിയെ ആയുധമാക്കി അവർ അമേരിക്കയിലേക്ക് കുടിയേറുകയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു കുടിയേറ്റ വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് ഏറ്റവും അവഹേളന രൂപത്തിലുള്ള ഒരു പ്രതികരണം ഇതിനു മുമ്പുണ്ടായത് നമ്മുടെ ഇന്ത്യക്കാരായ ആളുകളെ പല ഇല്ലീഗലായി അമേരിക്കയിലേക്ക് കുടിയേറിയതിനെ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ സൈനിക വാഹനത്തിൽ കയ്യാമം വെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന അതിദാരുണമായൊരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. ആ ഒരു സമയത്ത് പല രാജ്യങ്ങളിൽ നിന്നും പല ആളുകളെയും ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളെ ഒരുപാട് ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പ്രത്യേകിച്ച് കൊളംബിയ ഉൾപ്പെടെയുള്ള ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അദ്ദേഹം ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഞങ്ങളെ പൗരന്മാരെ യാതൊരു കാരണവശാലും സൈനിക വാഹനത്തിലൊന്നും തിരിച്ചയക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ കയ്യാമം ചുമത്തിക്കൊണ്ട് സൈനിക വാഹനത്തിൽ യാതൊരു ഫെസിലിറ്റിയും ഇല്ലാതെ 1-2 ദിവസത്തോളം വിമാനത്തിൽ യാത്ര ചെയ്തുകൊണ്ട് ഇന്ത്യയിൽ ഡംപ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ട് പോലും നമ്മുടെ 56 ഇഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി യാതൊരു കമാന്നൊരക്ഷരം ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഇതിനെതിരെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നത് നമ്മുടെ ഡിപ്ലോമസി അത്രയും ഫെയിൽഡ് ഡിപ്ലോമസി ആണ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റൊക്കെ വ്യാപകമായിട്ട് നടത്തുന്നൊരു കാലഘട്ടം കൂടിയാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ് മാഗ്നറ്റുകളെ കണ്ടുമുട്ടി അവരെ ഇന്ത്യയിൽ വെച്ച് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്ഥാപിക്കാനും അതിലൂടെ പ്രൊഡക്ഷൻ നടത്താനും ഒക്കെ നിരന്തരം പ്രേരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആപ്പിളിൻ്റെ CEO ആയിട്ടുള്ള ടിം കുക്കിനോട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ മോദി അത്തരത്തിലുള്ളൊരു നീക്കം നടത്തി. ഉടനെ തന്നെ ടിം കുക്കിനോട് ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള ഇന്ത്യയിലൊന്നും പ്രൊഡക്ഷൻ നടത്താൻ അനുവദിക്കുകയില്ല, അങ്ങനെ ഇന്ത്യയിൽ വെച്ച് പ്രൊഡക്ഷൻ നടത്താനുള്ള തീരുമാനവും നിങ്ങളുടെ ആപ്പിളിൻ്റെ കമ്പനി എക്സ്പാൻഡ് ചെയ്യാനുള്ള വല്ല തീരുമാനം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അമേരിക്കയിൽ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള ഭീഷണി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അവർ ആ ഒരു നീക്കത്തിൽ നിന്ന് പിന്തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതും ഒരു തരത്തിൽ നോക്കിയാൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് കാരണങ്ങൾ വീണ്ടും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ സിന്ദൂരൊക്കെ. ആ ഒരു സമയത്ത് ഇന്ത്യയുടെ പെർമിഷൻ കൂടാതെ ഞാനാണ് ഇതിൻ്റെ മീഡിയേറ്ററായി പ്രവർത്തിച്ചിട്ടുള്ളതെന്നും ഞാനാണ് ഇതിൽ സീസ് ഫയറിൽ ഇന്ത്യയും പാകിസ്ഥാനെയും നിർബന്ധിച്ചത് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന നടത്തി. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യമാണ്, ഏറ്റവും അധികം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം കൂടിയാണ്. അതുപോലെ തന്നെ വേൾഡിലെ നമ്പർ വൺ അല്ലെങ്കിൽ വേൾഡിലെ ടോപ്പ് 10 എക്കണോമി പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഒരു എക്കണോമി ഇന്ത്യയാണ്. ഇത്തരത്തിലുള്ള ബൃഹത്തായ പാരമ്പര്യമുള്ള ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും ഇടപെട്ടുകൊണ്ട് സങ്കീർണത ഉണ്ടാക്കുന്ന ഒരുപാട് പ്രവണത ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിനെതിരെ പ്രതികരിക്കാനോ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഒരു പ്രസ്താവന പറഞ്ഞത് ഇതിൽ ട്രംപോ അല്ലെങ്കിൽ മൂന്നാമതൊരു രാജ്യം നമ്മുടെ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും പാകിസ്ഥാനെയും ഇന്ത്യയുടെയും കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രസ്താവന നടത്തി എന്നല്ലാതെ ട്രംപ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഞങ്ങളുടെ കാര്യത്തിൽ നടത്തേണ്ട എന്നുള്ള യാതൊരുവിധ പ്രസ്താവനകളോ പ്രഖ്യാപനങ്ങളോ എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്നോ എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് നമ്മുടെ രാജ്യം ഇൻ്റർനാഷണൽ ഫോറങ്ങളിൽ ഇൻ്റർനാഷണൽ അരീനകളിൽ എത്രത്തോളം എത്രത്തോളം പൊസിഷൻ പതുക്കെ ചുരുങ്ങി വരുന്നു എന്നുള്ള സൂചനകളാണ് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് അനവധി കാര്യങ്ങളിൽ മറ്റു പല രാജ്യം, ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാനെ തൃപ്തിപ്പെടുത്തുന്ന നമ്മുടെ ഒരു എനിമി രാജ്യമാണ് പാകിസ്ഥാൻ. സ്വാഭാവികമായിട്ടും ആ പാകിസ്ഥാനെ പല സമയങ്ങളിലും ഒരു മീഡിയേറ്ററായി, ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു മീഡിയേറ്ററായിട്ട് അംഗീകരിക്കുന്നത് ആരെയാണ്? പാകിസ്ഥാനെയാണ്. അവിടെയും ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യത്തിന് വലിയ പൊസിഷനൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഡിപ്ലോമാറ്റിക്കൽ ഉണ്ടായിട്ടുള്ള ആ സ്ട്രോങ് പൊസിഷൻ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലഘട്ടമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ദിരാഗാന്ധി അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തുന്ന സമയത്ത് അമേരിക്കയിലെ പത്രപ്രവർത്തകരൊക്കെ ഇന്ദിരാഗാന്ധിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷനെ കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യാതൊരു കാരണവശാലും ഇടപെടേണ്ടതില്ല എന്നുള്ള ഒരു ശക്തമായ സ്റ്റാൻഡാണ് അമേരിക്കയിൽ വെച്ച് പോലും നമ്മുടെ ഇന്ദിരാഗാന്ധി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ടുള്ള നമ്മുടെ മോദി അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നുള്ള നിർവ്യാജമായ ഒരു കീഴടങ്ങലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സമയത്ത് മോദിയെ ട്രംപ് ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കാനുള്ള ട്രംപ് കാർഡ് എൻ്റെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു പക്ഷേ എപ്സ്റ്റീൻ ഫയലാവാം. എപ്സ്റ്റീൻ ഫയലിൽ പല കേന്ദ്രമന്ത്രിസഭയിലെ പല ആളുകളുടെയും പേര് കണ്ടിട്ടുണ്ട്. അതുപോലെ പല സമയങ്ങളിലും ഇസ്രായേൽ സന്ദർശിച്ച സമയത്ത് മറ്റു പല വിഷയങ്ങളിലെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മോദിയെ പ്രധാനമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് റീസെൻ്റായി വരുന്ന ഈ വംശീയ രൂപത്തിലുള്ള പ്രസ്താവനകളും വംശീയ മുൻവിധിയോടുകൂടിയുള്ള നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കാണുന്ന കാഴ്ചപ്പാടുകൾക്കെതിരെയൊക്കെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ അഡ്മിനിസ്ട്രേഷനുണ്ട്. അത് ഇനി ഇന്ത്യ മുന്നണി ഭരിച്ചാലും ഇനി അതല്ല ഇന്ത്യ മുന്നണി ഭരിച്ചാലും ആ സാമാന്യ മര്യാദ കാണിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസ്റ്റീജ് നിലനിർത്താൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. താങ്ക് യു.